പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ കണ്ട എക്സിറ്റ് പോളുകൾ പോയി. ഇനി കാണാൻ പോകുന്നത് നിജം. നോക്കൂ, 251 സീറ്റുകളുടെ ലീഡിലാണ് ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ തേരോട്ടം. നരേന്ദ്രമോദി വാരണാസിയിൽ 6000 വോട്ടുകൾക്ക് പിന്നിലാവുകയും രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് വെറും അരസിയൽ തീർപ്പല്ലേ, ഇത് അരസിയൽ കാവ്യം. ഇതാ ഇന്ത്യ. എന്തിനായിരുന്നു ഈ കോർപ്പറേറ്റ് ഫ്രോഡുകൾ ഇങ്ങനെ ഒരു പെർസെപ്ഷൻ സൃഷ്ടിച്ചത്? 14 ലക്ഷം കോടി, 14 ലക്ഷം കോടിക്ക് സ്ഥാനം നൽകാൻ വേണ്ടി ഉണ്ടാക്കിയ എക്സിറ്റ് പോള്, ഈ എക്സിറ്റ് പോള് യാഥാർത്ഥ്യമല്ല എന്ന് ഞങ്ങൾ ആദ്യന്തം പറയുന്നുണ്ട്. രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് എസ്പിക്ക് മുന്നേറ്റം. എസ്പിക്ക് രാമന്റെ വിധിയാണിത്. രാമന്റെ വിധി. രാമനെ പിന്നിൽ നിന്ന് കുത്തിയവരാരും രാമൻ ക്ഷമിച്ചിട്ടില്ല എന്ന് രാമന്റെ ചരിത്രം പറയുന്നത് പോലെ, രാമന്റെ കഥ പറയുന്നത് പോലെ, ഇതാ ഫൈസാബാദിൽ, അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിൽ ആ രാമൻ തുണയ്ക്കുന്നില്ല BJP. ഫൈസാബാദിൽ SP മുന്നിൽ. നിങ്ങൾ ഒന്നോർത്തു കൊള്ളണം. കാരണം എന്താ വെച്ചാൽ 2014-ലും 2019-ലും ഏകപക്ഷീയമായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. ഒരു നിമിഷം പോലും കോൺഗ്രസോ പ്രതിപക്ഷ പാർട്ടികളോ ലീഡ് ചെയ്തിട്ടില്ല. പക്ഷേ 2024-ൽ ഇതാ നോക്കൂ, 2024 ഈ മണിക്കൂറിലെങ്കിലും വളരെ ശക്തമായ KC വേണുഗോപാലിന്റെ ലീഡ് 427 വോട്ടുകൾക്ക്. KC ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. തൊട്ടടുത്ത് ശോഭാ സുരേന്ദ്രനാണ്. KC ചെറിയ തോതിലാണെങ്കിലും ലീഡ് ഉയർത്തുന്നുണ്ട്. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ 978 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. നോക്കൂ, ഈ മണിക്കൂറിൽ പ്രേക്ഷകർ കാണുന്നത് നിജം. ആവർത്തിക്കുന്നു, 252 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. NDA 238 സീറ്റുകളിൽ. എറണാകുളത്ത് UDF 16,837. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 230 വോട്ടുകളുടെ ലീഡ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 230. സുരേഷ് ഗോപി ലീഡ് ഉയർത്തിയിരിക്കുന്നു 5436 വോട്ടുകൾക്ക്. സുരേഷ് ഗോപിയുടെ ലീഡ് 5436 വോട്ടുകളാണ്. സുരേഷ് ഗോപി തൃശൂരിൽ സുരേഷ് ഗോപി. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ ശോഭ കെടുത്തി KC വേണുഗോപാൽ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിൽ അപ്രതീക്ഷിതമായി വന്ന പാലക്കാട് ആദ്യമായി UDF മുന്നിൽ. മാവേലിക്കരയിൽ അരുൺകുമാർ ലീഡ് ചെയ്യുന്നു 707 വോട്ടിന്. പാലക്കാട് UDF 521 വോട്ടുകൾക്ക് മുന്നിൽ. മാവേലിക്കരയിലെ LDFന്റെ ലീഡ് 707. ഫ്രാൻസിസ് ജോർജിന്റെ ലീഡ് 2100. മലപ്പുറത്ത് ET ലീഡ് ഉയർത്തുകയാണ് 17,149 വോട്ടുകൾ. എറണാകുളം ഹൈബീഡൻ പിടിക്കുന്നു 16,800. ആലത്തൂരിൽ രാധാകൃഷ്ണൻ തന്നെ ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് 12,347 വോട്ടുകൾക്ക് NK പ്രേമചന്ദ്രൻ മുന്നിൽ. കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ 12,347 വോട്ടുകൾക്ക് മുന്നിലെത്തി നിൽക്കുന്നു. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നിലാകുന്നു 2,218 വോട്ടുകൾക്ക് മുന്നിലാകുന്നു. VK ശ്രീകണ്ഠൻ പാലക്കാട് മുന്നിലാകുന്നു. അങ്ങനെ UDF 13 ഇടങ്ങളിലും 6 ഇടങ്ങളിൽ LDFുമാണ്. NDA തൃശ്ശൂരിൽ മാത്രമായി മുന്നിൽ നിൽക്കുന്നു. നോക്കൂ, വീണ്ടും കൊല്ലത്ത് UDF 12,000 കടക്കുന്നു. എറണാകുളത്ത് 16,000. മാവേലിക്കരയിൽ LDF അരുൺകുമാർ 14,000. ക്ഷമിക്കണം, മാവേലിക്കരയിലെ ലീഡും നിലവിൽ മുന്നിൽ നിൽക്കുന്നു. എറണാകുളത്തെ ലീഡ് നില ഉയർത്തുന്നു. ഇടുക്കിയിൽ ഡീന്റെ ലീഡ് 17,912 ആവുന്നു. KC 2,794 ലീഡ് ഉയർത്തി. രണ്ടാം സ്ഥാനത്തായി. അതായത് ശോഭാ സുരേന്ദ്രനായിരുന്നു നേരത്തെ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും ഉള്ളതെങ്കിൽ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. KC വേണുഗോപാൽ ആലപ്പുഴയില് 2,794 വോട്ടുകൾ. തമിഴ്നാട്ടിലെ 2 മരപ്പട്ടിയാവില്ല ചിഹ്നം. റായ്ബറേലിയിൽ 2,126 വോട്ടിനിടെ ഈ തിളക്കമാർന്ന ഇന്ത്യ മുന്നണിയുടെ വിജയത്തിനിടയിലും 2 വിജയങ്ങൾ കൂടി പറയണം. അതൊന്ന് കൈസർഗഞ്ചിലാണ്. അവിടെ ബ്രിജ്ഭൂഷന്റെ മകൻ ലീഡ് ചെയ്യുന്നു. മറ്റൊന്ന് പ്രജ്വൽ രേവണ്ണ ലീഡ് ചെയ്യുന്ന ഹസനുമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി സസ്പെൻസ്. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിലെ ദിണ്ടിഗലിലും മധുരയിലും CPM ലീഡ് ചെയ്യുന്നു. റായ്ബറേലിയില് രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നു. ശോഭയും KCയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 5,000-ന് മുകളിലായിരിക്കുന്നു. അതായത് ആദ്യം KC, രണ്ടാമത് ആരിഫ്, മൂന്നാമത് ശോഭ. മാവേലിക്കരയിലെ UDF ലീഡ് എത്തിയിരിക്കുന്നു 191 വോട്ടുകൾക്കാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, മാവേലിക്കരയിലെ UDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 191 വോട്ടുകൾ. ശോഭയും KCയും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാം. 5,000 വോട്ടുകൾക്ക് പിന്നിലാണ് ശോഭാ സുരേന്ദ്രൻ. മൂന്നാമതാണ് കോഴിക്കോട് MK രാഘവന് 7,778 വോട്ടുകളുടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു.
അജയ്യനാകുന്നു കോഴിക്കോട്. തുടർച്ചയായി MK രാഘവനാണ് മുന്നിൽ. UP-ൽ സമാജ്വാദി പാർട്ടി 33 ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 7. സുരേഷ് ഗോപിയുടെ ലീഡ് 7634. തൃശൂരിൽ സുരേഷ് ഗോപി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണ്. തൃശൂരിൽ 7634 വോട്ടുകൾക്ക് സുരേഷ് ഗോപി തൃശൂരിൽ മുന്നിലെത്തി നിൽക്കുകയാണ്. BJP അക്കൗണ്ട് തുറക്കുമോ? രാജീവ് ചന്ദ്രശേഖർ 8 വോട്ടുകൾക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഗുജറാത്തിൽ 4 സീറ്റിൽ കോൺഗ്രസ്.